ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബി ഫാമിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ആണ്. അപ്പോൾ അതിൽ തന്നെയുള്ള ഫസ്റ്റ് യൂണിറ്റിൽ പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ടുള്ള പ്രീവിയസ് ടോപ്പിക്സൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവർ അതും കൂടിയിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് a strong acid and the standardization can be done by strong alkalis like sodium hydroxide, potassium hydroxide, and weak alkalis like sodium or potassium carbonate. And here a standard solution of sodium carbonate is used to obtain the exact concentration of hydrochloric acid, and the methyl red solution is used as the indicator. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആണല്ലേ. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് ആൽക്കലീസാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലീസും യൂസ് ചെയ്യാം, വീക്ക് ആയിട്ടുള്ള ആൽക്കലീസും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് ആൽക്കലീസിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വീക്ക് ആൽക്കലീസ് ആയിട്ടുള്ള സോഡിയം അല്ല എങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റും നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ നമ്മൾ ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഏത് വെച്ചിട്ടാണ്, അതായത് സോഡിയം കാർബണേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് മീഥൈൽ റെഡ് സൊല്യൂഷനാണ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇക്വേഷനാണ്. സോഡിയം കാർബണേറ്റും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തൊക്കെ പ്രോഡക്റ്റ് ഫോം ചെയ്യും, സോഡിയം ക്ലോറൈഡും ബൈ പ്രോഡക്റ്റായിട്ട് വാട്ടറും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രിൻസിപ്പൽ പോർഷനിൽ പറയാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്, അതിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. അതായത് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് 8.5 ml കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് എടുത്തിട്ട് അതിലെന്ത് ചെയ്യുക, നമ്മൾ 1000 ml ഡിസ്റ്റിൽഡ് വാട്ടർ അതിനെ ആഡ് ചെയ്തിട്ട് ഡിസോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 8.5 ml കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് 1000 ml ഡിസ്റ്റിൽഡ് വാട്ടറിലെടുത്ത് അതിന് വോളിയം മേക്കപ്പ് ചെയ്യുന്നു. അത്രയുമാണ് നമ്മുടെ ഇവിടുത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വരുന്നത്. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആസിഡ് എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിലോട്ടായിരിക്കണം, വാട്ടറിലോട്ടായിരിക്കണം നമ്മൾ ആസിഡിനെ ആഡ് ചെയ്യേണ്ടത്, തിരിച്ച് ആഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ സമയത്ത്. ഇതെന്നല്ല, ഏതൊരു കോൺസെൻട്രേറ്റഡ് ആസിഡ് ആയാലും നമ്മൾ ആസിഡിനെ വേണം നമ്മൾ വാട്ടറിലോട്ട് ആഡ് ചെയ്യാനായിട്ട്, നേരെ മറിച്ച് നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയറാണ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു സോഡിയം കാർബണേറ്റ് ആണ് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, വെയ് ആക്യുറേറ്റ്ലി 0.76 gram ഓഫ് അൻഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് വിച്ച് ഈസ് പ്രീവിയസ്ലി ഹീറ്റഡ് അറ്റ് അബൌട്ട് 270 degrees Celsius ഫോർ 1 hour. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ പ്രീവിയസ്ലി നേരത്തെ ഹീറ്റ് ചെയ്ത് വെച്ച്, അതായത് 270 degrees സെൽഷ്യസിൽ നേരത്തെ 1 hour ഹീറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന സാമ്പിളിൽ നിന്നും നമ്മൾ 0.76 gram സോഡിയം കാർബണേറ്റ് എടുക്കുക, അൻഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് എടുത്തിട്ട് അതിന് നമ്മൾ 100 ml ഓഫ് വാട്ടറിലാണ്, ഡിസ്റ്റിൽഡ് വാട്ടറിലാണ് ഡിസോൾവ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ എടുത്ത് വെച്ചിരിക്കുന്ന സൊല്യൂഷനിൽ നിന്നും 20 ml നമ്മൾ പിപ്പറ്റോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം 2 drops മീഥൈൽ റെഡ് സൊല്യൂഷൻ, ഇപ്പോൾ ഇവിടുത്തെ ഇൻഡിക്കേറ്ററാണ് മീഥൈൽ റെഡ്, അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, നമ്മൾ 0.1 molar ഹൈഡ്രോക്ലോറിക് ആസിഡിനെ എഗനിസ്റ്റ് ആയിട്ട് ഇതിനെ ടൈട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമ്മുടെ എൻഡ് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫെയിൻ്റ് ആയിട്ടുള്ള പിങ്ക് കളറിൻ്റെ അപ്പിയറൻസ് ആണ് നമ്മുടെ ഇവിടുത്തെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ദെൻ വീണ്ടും നമ്മൾ പറയുന്നത് എന്താണ്, ഹീറ്റ് ദ സൊല്യൂഷൻ ടു ബോയിലിംഗ്, കൂൾ ആൻഡ് കണ്ടിന്യൂ ദ ടൈട്രേഷൻ അൻറ്റിൽ ദി ഫെയിൻറ്റ് പിങ്ക് കളർ നോ ലോങ്ങർ ഗെറ്റ് അഫക്റ്റഡ് ബൈ കണ്ടിന്യൂസ് ബോയിലിംഗ്. നമുക്ക് വൺസ് നമുക്ക് ഈ ഒരു ഫെയിൻറ്റ് പിങ്ക് കളർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്ത് നോക്കുക. ബോയിൽ ചെയ്തിട്ട് നമ്മൾ വീണ്ടും കൂൾ ചെയ്യുക. ദെൻ എഗെയിൻ നമ്മൾ ടൈട്രേഷൻ ചെയ്യുക. അങ്ങനെ നമ്മൾ ടൈട്രേഷൻ ചെയ്ത് നമ്മൾ ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഫെയിൻറ്റ്
പിങ്ക് കളറിന് യാതൊരു വിധ എഫക്റ്റും ബോയിലിംഗ് കൊണ്ടുണ്ടാവാത്ത രീതിക്ക് ആവുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ വീണ്ടും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുക. അതായത് നമ്മൾ എത്ര ബോയിൽ ചെയ്താലും ഈ ഫോം ചെയ്ത ഫെയിൻറ്റ് പിങ്ക് കളർ ഡിസപ്പിയർ ആവാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു പോയിൻ്റ് വരെ നമ്മൾ എന്ത് ചെയ്യുക, ടൈട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പ്രൊസീജിയറാണ് നമ്മളപ്പോൾ ഈ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റ് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനും സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് ഓക്സാലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനാണ്. അതായത് ഓക്സാലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ വളരെ സിമ്പിളാണ്. അതായത് 6.3 ഗ്രാം ഓഫ് ഓക്സാലിക് ആസിഡ് നമ്മൾ എടുത്തതിന് ശേഷം 1000 ml ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്യുക. ഇത് മാത്രമാണ്, അതായത് ഇത്രയും സ്റ്റെപ്പ് മാത്രമാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ എന്തില്ല, ഓക്സാലിക് ആസിഡ് നമ്മുടെ പ്രൈമറി സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നില്ല. കാരണം എന്താണ്, പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ കോൺസെൻട്രേഷൻ ചേഞ്ച് വരും എന്നുള്ള സബ്സ്റ്റൻസസിന് വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ എന്താണ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താവശ്യമില്ല, നമുക്കിവിടെ ഓക്സാലിക് ആസിഡ് സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഓക്സാലിക് ആസിഡ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ്, ഏതിൻ്റെയൊക്കെ സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ടാണ്. അതായത് ആൽക്കലീസ് ആയിട്ടുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇതിൻ്റെയൊക്കെ സ്റ്റാൻഡർഡൈസേഷനായിട്ട് നമുക്ക് ഓക്സാലിക് ആസിഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഓക്സാലിക് ആസിഡിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്സാലിക് ആസിഡ് സിമ്പിളാണ്, സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രിപ്പറേഷൻ മാത്രം നമുക്ക് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക. മാത്രമല്ല ഇനിയും ഫാമ റിലേറ്റഡ് ആയിട്ടുള്ള ലെക്ചറിങ് വീഡിയോസ് മിസ് ചെയ്യാണ്ട് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.